Good morning. Question number 22. The writer suggests that his grandmother, അപ്പം ഈ റൈറ്ററിന്റെ ഗ്രാൻഡ്മദറിനെ പറ്റി എന്തോ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. When discussing the complicated nuances of compliance with my students, I gave the example of my grandmother. When discussing the complicated nuances means നമ്മളൊരു ഷെയ്ഡ് ഓഫ് ഡിഫറൻസ്, ഒരു ചെറിയ വ്യത്യാസങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും I gave an example of my grandmother. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് ആരുടെയാണ്? എൻ്റെ ഗ്രാൻഡ്മദറിൻ്റെ ആണ് ഉദാഹരണം പറഞ്ഞു. അവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എ thrifty no nonsense woman. She routinely sliced all the cholesterol and heart disease pills her doctor prescribed in half, taking only half the doses. അപ്പോൾ പുള്ളിക്കാരി തൃപ്തിയാണ്. തൃപ്തി എന്ന് പറഞ്ഞാൽ നമുക്കൊരു മൈസർ എന്ന് നേരത്തെ പറയാൻ പറ്റില്ല. മൈസർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പിശുക്കനാണ്. ഇത് പിശുക്കല്ല, എന്നാൽ ആവശ്യമില്ലാതെ പൈസ ചിലവാക്കത്തില്ല. പിന്നെ ഒരു നോൺസെൻസ് വുമനാണ്. അപ്പം ഈ കെയർലെസ്ലി കെയർഫുൾ എന്നൊക്കെ പറയുന്ന ഒരു ഇതില്ലേ, അതായത് നോൺസെൻസ് ആണോന്ന് ചോദിച്ചാൽ അല്ല, എന്നാണെന്ന് വെച്ചാൽ ഷി റൊട്ടീൻലി സ്ലൈസ്ഡ് ഓൾ ദ കൊളസ്ട്രോൾ ആൻഡ് ഹാർട്ട് ഡിസീസ് പിൽസ്. പുള്ളിക്കാരി എന്താ ചെയ്തത്? ഷി സ്ലൈസ്ഡ് ഇറ്റ്. ഒന്നെങ്കിൽ അത് പകുതിയാക്കി മുറിച്ചു നമുക്ക് പറയാൻ പറ്റും, അതല്ലെങ്കിൽ ഇപ്പം 2 ടാബ്ലറ്റ്സ് കഴിക്കണമെങ്കിൽ എന്ത് ചെയ്തു? അതിനെ ഹാഫ് ആക്കി മാറ്റി. ഡോക്ടർ എത്ര പ്രിസ്ക്രൈബ് ചെയ്തു അതിൻ്റെ ഹാഫ് ഡോസ് ആണ് പുള്ളിക്കാരി കഴിച്ചുകൊണ്ടിരുന്നത്. ഇഫ് ഐ ക്വസ്റ്റ്യൻഡ് ദിസ്, ഞാനിത് ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഷീ വുഡ് ഹാവ് വേവ് മീ ഓഫ് വിത്ത് വാട്ട് ഡു ദോസ് ഡോക്ടേഴ്സ് നോ എനിവേ. അപ്പം എന്നെ അങ്ങ് ഓടിക്കും. വേവ് ഓഫ് എന്ന് പറഞ്ഞാൽ ഓടിക്കും. എന്ത് പറഞ്ഞാൽ ഓടിക്കുന്നത്? വാട്ട് ഡു ദോസ് ഡോക്ടേഴ്സ് നോ എനിവേ. ആ ഡോക്ടേഴ്സിന് എന്തറിയാം? ഓക്കെ. സാഡ്ലി ഷീ ഡൈഡ് സഡൻലി, ഏജ്ഡ് 87, മോസ്റ്റ് ലൈക്ലി ഓഫ് എ മാസീവ് ഹാർട്ട് അറ്റാക്ക്. എന്തായാലും ദുഃഖകരമായ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി വളരെ പെട്ടെന്ന് ഒരു സഡൻ ഡെത്ത് ആയിരുന്നു. 87-ാമത്തെ വയസ്സിൽ ഒരു മാസീവ് ഹാർട്ട് അറ്റാക്ക് വന്ന് പുള്ളിക്കാരി മരിച്ചു. Had she taken her medications at the appropriate doses, she might have survived it. ഒരുപക്ഷെ പുള്ളിക്കാരി ആ മരുന്നുകൾ സമയത്ത് കഴിച്ചിരുന്നു എങ്കിൽ she must have survived it. അതൊരു പക്ഷേ ആ ഒരു മാസീവ് അറ്റാക്കിനെ പുള്ളിക്കാരി ഓവർകം ചെയ്തത്. But then she may have died a more painful death from some other ailment. ഇനിയിപ്പോൾ അതിനെ പുള്ളിക്കാരി മര്യാദയ്ക്ക് മരുന്ന് കഴിച്ചെങ്കിൽ ഒരുപക്ഷെ അത് ആ ഒരു ഹാർട്ട് അറ്റാക്കിനെ പുള്ളിക്കാരി മറികടന്നിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് മേ ബി ഹാവ് എ പെയിൻഫുൾ ഡെത്ത് ദാൻ ദിസ്. ഹർ ബിഗസ്റ്റ് ഫിയർ ഹാഡ് ഓൾവേസ് ബീൻ എൻഡിങ് അപ്പ് ഡിപ്പെൻഡന്റ് ഇൻ ദ നഴ്സിംഗ് ഹോം, ആൻഡ് ബൈ ലക്ക് ഓർ ഡിസൈൻ ഷി വാസ് ഏബിൾ ടു അവോയ്ഡ് ദാറ്റ്. പെർഹാപ്സ് ദർ വാസ് സം വിസ്ഡം ഇൻ ഹെർ നോൺ കംപ്ലയൻസ്. അതായത് പുള്ളിക്കാരുടെ ഏറ്റവും വലിയൊരു ഫിയർ, പേടി എന്ന് പറയുന്നത് ആശുപത്രിയിൽ ഡിപ്പെൻഡ് ആകുക, അഡ്മിറ്റ് ആകുക എന്നുള്ളതായിരുന്നു. ഭാഗ്യം കൊണ്ടാണോ, പുള്ളിക്കാരി പ്ലാൻ ചെയ്തത് കൊണ്ടാണോ ഷി വാസ് ഏബിൾ ടു അവോയ്ഡ് ദാറ്റ്? പുള്ളിക്കാരിക്ക് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിച്ചു. പെർഹാപ്സ് ദിസ് വാസ് സം വിസ്ഡം ഇൻ ഹർ നോൺ കംപ്ലൈൻസ്. അപ്പം പുള്ളിക്കാരുടെ ഒരു നോൺ കംപ്ലൈൻസിലെ വിസ്ഡം, ബുദ്ധി, ജ്ഞാനം എന്ന് പറയുന്നത് ഇതായിരിക്കും. കാരണം മരുന്ന് കഴിച്ചാൽ കുറച്ചും കൂടെ നാളെ ജീവിച്ചിരിക്കും. അപ്പം മേ ബി ഹാവ് ടു ഹാവ് എ പെയിൻഫുൾ ഡെത്ത്. ഇവിടെ മരുന്ന് കഴിച്ചില്ല, ഹാവ് ബിക്കോസ് ഓഫ് എ മാസീവ് അറ്റാക്ക് ഷീ ലെഫ്റ്റ്. അല്ലെ? അപ്പം ദ റൈറ്റർ സജസ്റ്റ് ദാറ്റ് ഹിസ് ഗ്രാൻഡ്മദർ, റൈറ്റർ സജസ്റ്റ് ചെയ്തത് ഒന്നാമത്തെ ഓപ്ഷൻ എ പറയുന്നത് may ultimately have benefited from her non-compliance. പുള്ളിക്കാരി എന്ത് ചെയ്തു? ബെനഫിറ്റ്, അതായത് പുള്ളിക്കാരുടെ നോൺ കംപ്ലൈൻസ് ഹാബിറ്റ് കൊണ്ട് പുള്ളിക്കാരിക്ക് ഗുണം കിട്ടി എന്ന് അങ്ങനെ പറയുന്നുണ്ടോ? നമുക്ക് നോക്കാം. പുള്ളിക്കാരി മരിച്ച കാര്യം 1, 2, 3, 4ാമത്തെ രീതിയിൽ സാഡ്ലി ഷീ ഡൈഡ് അറ്റ് സഡൻലി ഏജ് 87, മോസ്റ്റ് ലൈക്ലി ഓഫ് എ മാസീവ് ഹാർട്ട് അറ്റാക്ക്. Had she taken her medication at the appropriate doses, she might have survived it, but then maybe she had have died a more painful death for some other ailment. അല്ലെ? അപ്പം ഒരു പക്ഷേ പുള്ളി രക്ഷപ്പെട്ടുവെങ്കിലും പിന്നെ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മരണം സംഭവിക്കാമെന്നും ഏറ്റവും ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട് പെർഹാപ്സ് there was some wisdom in her non compliance. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണ്? അൾട്ടിമേറ്റ്ലി പുള്ളിക്കാരിക്ക് ഗുണം കിട്ടി. കാരണം എന്ത് ചെയ്ത്? ആശുപത്രി കിടന്ന് നിറയിക്കേണ്ട വന്നില്ല, പെയിൻഫുൾ ഡെത്ത് അല്ലായിരുന്നു. അപ്പം ഷീ ഗോട്ട് ബെനിഫിറ്റഡ് ഓഫ് ഹർ നോൺ കംപ്ലയൻസ്. അല്ലെ? അപ്പോൾ ആൻസർ അവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വി ആർ നോട്ട് ഫിക്സിങ് ദാറ്റ് വൺ, ക്വയറി ആയിട്ട് നിർത്തിയിട്ട് ബിയിലേക്ക് പോവുകയാണ്. ഗ്രാൻഡ് വുഡ് ഹാവ് അപ്രീഷിയേറ്റഡ് ക്ലോസർ മെഡിക്കൽ സൂപ്പർവിഷൻ. അപ്പം ഈ ഗ്രാൻഡ് മദറിന് വളരെ ക്ലോസ് മെഡിക്കൽ സൂപ്പർവിഷൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഇഷ്ടമായിരുന്നു, പുള്ളിക്കാർക്ക് താല്പര്യമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഡോക്ടർ കൊടുത്ത ഷീ റൊട്ടീൻലി സ്ലൈസ്ഡ് ഓൾ ദ കൊളസ്ട്രോൾ ആൻഡ് ഹാർട്ട് ഡിസീസ് പിൽസ് ഹർ ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് എന്നും. ഇനിയിപ്പോൾ ഞാൻ അത് പറഞ്ഞുകൊണ്ട് ചെന്നെങ്കിൽ 4ാമത്തെ ലൈൻ പറയുന്നു വാട്ട് ഡു ദോസ് ഡോക്ടേഴ്സ് നോ എനിവേ എന്ന് പറയുന്ന ഒരാൾക്ക് എന്തായാലും മെഡിക്കൽ സൂപ്പർവിഷൻ ഇഷ്ടമാണെന്ന് ആ ലൈൻ അർത്ഥമാക്കുന്നത്. അല്ലേ? സോ അതവിടെ പറഞ്ഞിട്ടില്ല. നമ്മൾ ബി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുവാണ്. സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ
might have underestimated how ill she was. Grandmother underestimate ചെയ്തു അങ്ങനെയില്ല, കാരണം ബിക്കോസ് ഷീ നോസ് ദാറ്റ്, അല്ലെ, പുള്ളിക്കാരിക്ക് അത് അറിയാമായിരുന്നു. പുള്ളി എന്താ ചെയ്തത്, ഷീ റൊട്ടീൻലി പർപ്പസ്ഫുൾ ആയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ അത് അണ്ടർസ്റ്റിമേഷൻ അല്ല. അപ്പോൾ സി എലിമിനേറ്റ് ചെയ്തു. ഡി പറയുന്നത് ഷുഡ് ഹാവ് ഫോളോഡ് ഹെർ ഡോക്ടേഴ്സ് അഡ്വൈസ്. പുള്ളിക്കാരി എന്ത് ചെയ്യണമായിരുന്നു, ഷുഡ് ഹാവ് ഫോളോഡ്, ചെയ്യണമായിരുന്നു. കാരണം നോൺ കംപ്ലൈൻസ് കൊണ്ട് പുള്ളിക്കാരിക്ക് ബെനിഫിറ്റ് ഉണ്ടായി എന്നാണ് അയാൾ പറയുന്നത്, അല്ലേ. അപ്പം ആൻസർ എ, അതായത് നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. മേ അൾട്ടിമേറ്റ്ലി ഹാവ് ബെനിഫിറ്റഡ് ഫ്രോം ഹർ നോൺ കംപ്ലയൻസ്. Hope it's clear for you. If any queries, please contact. Thank you.